ഹലോ ഗൈസ്, സുഖമോ? ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രഭാവതി തിരികെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ ഭാർഗവിയും രചനയും ഗൗരിയും ഒക്കെ നമ്മുടെ ദേവികയും പ്രഭാവതിക്ക് ചുറ്റിനും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവികയെ കൊള്ളിച്ചിട്ടാണ് നമ്മുടെ രചനയും ഭാർഗവിയും ഒക്കെ സംസാരിക്കുന്നത്. കാരണം ഭാർഗവി പറയുന്നുണ്ട്, ശത്രുക്കളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, നമ്മളത് തിരിച്ചറിയൂല, പക്ഷെ വിഷമായിരിക്കും ഉള്ളു നിറയെ എന്നൊക്കെ നമ്മുടെ ദേവിയെ കൊള്ളിച്ച് പറയുകയാണ്. ലാസ്റ്റ് നമ്മുടെ ദേവിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ഭാർഗവി ആന്റീനെ മാറ്റി നിർത്തി ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും കുത്തിയത് പോരെ, ഇനി എന്തിനാ കുത്തിയിട്ട് ഇങ്ങനെ ഇല്ലാതാക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ ഭാർഗവി ഭയങ്കര ദേഷ്യത്തില്, നിനക്ക് ഇത്രയും വേദനിക്കുന്നുണ്ടെങ്കിൽ ആ പ്രഭക്കുഞ്ഞിന്റെ കാര്യം എങ്ങനെയായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഭാർഗവി പിന്നെയും ദേഷ്യത്തില് നമ്മുടെ ദേവികയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ നന്ദനും സംശയം. നന്ദൻ സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഈ പറ്റിയതിന് പിന്നിൽ അച്ഛന്റെ വല്ല കരങ്ങളും ഉണ്ടോ അച്ഛ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനും പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ലേ. എനിക്കറിയില്ലടാ, ഇനി എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ അരുന്ധതി ആണെങ്കിൽ കടുത്ത തീരുമാനത്തിലാണ്. നമ്മുടെ ത്യാഗരാജനുമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, പക്ഷെ ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടപ്പാക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ അരുന്ധതിയും ത്യാഗരാജനും കൂടെ. പിന്നീട് നമ്മുടെ പ്രഭാവതിക്ക് ഒരു ന്യൂസ് ചാനലിൽ നിന്ന് കോൾ വരും കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു ന്യൂസ് ചാനലിലെ ആ ഒരു ആള് നമ്മുടെ പ്രഭാവതിയോട് പറയുകയാണ്, മാഡത്തിന് പരിക്കേറ്റതിന് പിന്നിൽ സ്വന്തം ഭർത്താവാണെന്നൊരു ആരോപണം ഉണ്ടല്ലോ, മാഡം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാട്ടോ ചോദ്യം. അപ്പൊ നമ്മുടെ പ്രഭാവതി സിദ്ധാർത്ഥൻ ഈ ചോദ്യം കേട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥനും ഈ ന്യൂസ് റിപ്പോർട്ടർ പറയുന്ന ഇക്കാര്യം ചോദ്യം കേൾക്കുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥനും ആകെപ്പാട് ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു രംഗങ്ങളിലാട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്നതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.